ടെൻഷനുകളിലും അബദ്ധങ്ങളിലും പെടാതിരിക്കാൻ വുളു പതിവാക്കുന്നത് നല്ലൊരു മാർഗമാണ്. ഇസ്ലാമിലെ വുളൂദ് എന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയ മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഉയർത്തുന്ന ഒരു ദിവ്യമായ അത് ഒരു വിശ്വാസിയുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ഒരുപോലെ ശുദ്ധീകരിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവനെ അല്ലാഹുവിന്റെ ദിവ്യസാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. ആത്മീയമായി വുളു ഒരു ഭക്തന്റെ ഹൃദയത്തെ പാപങ്ങളുടെ പൊടിപടലങ്ങളിൽ നിന്ന് കഴുകിക്കളയുന്നു. ഓരോ തുള്ളി വെള്ളവും മനസ്സിനെ ശുദ്ധമാക്കി അല്ലാഹുവിനോടുള്ള ആത്മാർത്ഥമായ ബന്ധത്തിന് വഴിയൊരുക്കുന്നു. ഖുർആനും ഹദീസും ശുദ്ധതയെ നമസ്കാരത്തിന്റെ താക്കോലായി വിശേഷിപ്പിക്കുന്നു. അതിനാൽ വുളു ഒരു വിശ്വാസിയെ ദൈവത്തോടുള്ള ആരാധനയ്ക്ക് ആത്മീയമായി തയ്യാറാക്കുന്നു. ഹൃദയത്തെ ഭക്തിയുടെയും വിനയത്തിന്റെയും പ്രകാശത്താൽ നിറയ്ക്കുന്നു. മനഃശാസ്ത്രപരമായി വുളു ഒരു ധ്യാനത്തിന്റെ ശാന്തമായ ലയം നൽകുന്നു. മുഖം, കൈകൾ, കാലുകൾ, മൂക്ക്, ചെവികൾ എന്നിവ ജലത്താൽ കഴുകുന്ന ഈ ശാന്തമായ പ്രവൃത്തി മനസ്സിനെ ലൗകിക കോലാഹലങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ശാന്തിയുടെയും ഏകാഗ്രതയുടെയും ഒരു അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ ഒരു വിശ്വാസിയെ ആന്തരിക സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നു. മനസ്സിനെ വിശ്രമിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു. അതുവഴി ദൈനംദിന ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു. ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വുളു ശരീരത്തിന് ഒരു അനുഗ്രഹമാണ്. മുഖം കഴുകുന്നത് ചർമ്മത്തെ പുതുക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അതുവഴി മുഖത്തിന് ഉന്മേഷവും തിളക്കവും നൽകുന്നു. കൈകളും കാലുകളും വൃത്തിയാക്കുന്നത് ബാക്ടീരിയകളെയും അഴുക്കിനെയും നീക്കം ചെയ്യുകയും ശരീരത്തിന്റെ ശുചിത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നു. മൂക്കിലെ ജലസേചനം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു, കാരണം ഇത് മൂക്കിലെ അലർജിക്ക് കാരണമാകുന്ന കണികളെയും ബാക്ടീരിയകളെയും നീക്കം ചെയ്യുന്നു. കൂടാതെ വുളുവിന്റെ ശീതളമായ ജലത്തിന്റെ സ്പർശനം ശരീരത്തിന്റെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയും ഒരു ഊർജ്ജസ്വലത നൽകുകയും ചെയ്യുന്നു. ഈ ലളിതമായ എന്നാൽ ഗഹനമായ പ്രവൃത്തി ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ ഒരു സമഗ്ര ശുദ്ധീകരണമാണ്. വുളു ഒരു വിശ്വാസിയെ ദൈവത്തിന്റെ സാമീപ്യത്തിൽ ശുദ്ധനായി, ശാന്തനായി, ആനന്ദപൂർണനായി ഒരു യാത്രയിലേക്ക് നയിക്കുന്നു. അവിടെ ഓരോ പ്രവൃത്തിയും ദൈവത്തോടുള്ള അടുപ്പത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു നിമിഷമായി മാറുന്നു.